Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now. എന്താണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്? ഈ ഒരു സമയം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്? Alright. എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്? What is the message for you? Okay. സോ കുറച്ചുകൂടി നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് മേജർ ആയിട്ട് നിങ്ങളുടെ ലൈഫ് ഈ ഒരു സമയം എന്താണ്, നിങ്ങൾക്കൊരു സ്ട്രഗിൾ ഓർ എന്താണ് ലൈഫ് പഠിപ്പിക്കുന്നത്, കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ടിരിക്കാം. ഓക്കെ, നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ, കാരണം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഗ്രോത്തിലേക്കും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് കൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള ചില റീസൺസ് ഉണ്ടായിരിക്കണം. സോ കുറച്ചുകൂടെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ടിരിക്കാം. ഓക്കെ, what you need to hear right now, because നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ, നിങ്ങൾ പോകുന്ന ലെസൺസ് ആയിരിക്കാം, ഓക്കെ, നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം. സോ അത് കുറച്ചുകൂടി നിങ്ങൾ അവെയർ ആവുന്ന ഒരു ടൈമാണ്, കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ എന്തെങ്കിലും തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് റിഗ്രറ്റ് തോന്നുന്നുണ്ടെങ്കിലോ, എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത സിറ്റുവേഷനോ, നിങ്ങൾ എന്തെങ്കിലും മേജർ മിസ്റ്റേക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ, ഓർ ടൈം വേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ, നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഫോർഗീവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് ലിമിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ അത് നിങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യുന്ന വളരെ ഇന്റൻസ് ആയിട്ടുള്ള എന്ത് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും. ഓൾറൈറ്റ്, സോ ഈ കാർഡ്സ് നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, yet to reveal. എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? You need to hear right now. All right, what you need to hear right now. എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഓക്കെ, what you need to hear right now. All right, what you need to hear right now. What's the message for you? It's interesting actually, like maybe ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ല, ഒരു പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ചില സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കണം. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ഡീപ്പായിട്ടാണ് ലൈഫ് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കൈൻഡ് ഓഫ് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്. ഓക്കെ, ഓർ കുറച്ചുകൂടെ നിങ്ങളുടെ സോൾ, നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ആൻഡ് മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. ഓക്കെ, റിലേഷൻഷിപ്പ് സിറ്റുവേഷനെ പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, പഠിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എൻറ്റയർ ഫാമിലിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ വില്ലിങ് ആയിരിക്കണം. അത് മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ലെസൺ ആയിരിക്കാം, മേ ബി അത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ നോളേജ് ആയിരിക്കാം, സ്പിരിച്വൽ ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ ഫാമിലിന്ന് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ ഫാമിലിയിലെ എൻറ്റയർ സിറ്റുവേഷൻ നിങ്ങൾ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ നിങ്ങൾ ഒരുപാട് വളരുന്ന സമയത്ത്, സ്പിരിച്വലി വളരുന്ന സമയത്ത് അതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം. സോ അവരായിട്ട് വിട്ടു മാറി നിൽക്കേണ്ടതോ അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റ്, അവരുടെ ഐഡിയാസ്, അവരുടെ ഒരു ബിലീഫ് എന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ഡിഫറെന്റ് പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, അതുകൊണ്ടൊക്കെയായിരിക്കും ചില ആളുകൾക്ക് നിങ്ങൾക്ക് കുറച്ച് ലൈഫ് ഒരു ചലഞ്ചിങ് ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം.
ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാവുന്ന സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട്. കാരണം ചില ആളുകൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ. ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പേടി, ആങ്സൈറ്റി, അവർ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുന്നുണ്ടാവില്ല. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മിക്ക ആളുകൾക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഓർ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യുന്ന നോളേജ് ആയിരിക്കാം മേ ബി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ ചുറ്റുപാടുന്നും നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്. കാരണം പല ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. സോ ലെറ്റ് സി വാട്ട്സ് എ മെസ്സേജ് ഫോർ യു. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡിവൈൻ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കൺഫർമേഷൻ ആണ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഓർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ട്, ബിലീവ്. മേജറായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു പേർപ്പസ് അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ലെറ്റ് സി. നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനെ പറ്റിയിട്ടാണ്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ യൂണിയൻ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് മേജറായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ചില ആക്ഷൻസ് എടുക്കുന്നത്, റിലേഷൻഷിപ്പിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അത് മനസ്സിലാക്കുന്നതും അതിനെ പറ്റിയിട്ട് പഠിക്കുന്നതും നിങ്ങളായിരിക്കും. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. സ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് മേ ബി നിങ്ങളൊരു ഹീലർ ആയിരിക്കാം. ഓക്കെ, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഹീലിംഗ് പവർ ആയിരിക്കാം. സ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള, അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈവൻ നിങ്ങൾ അക്കാഡമിക്കലി ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ചില ആളുകൾ വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ്. അതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി വളരെ നല്ലൊരു ലെസൺ ആണ്. ഓക്കെ, അത് പഠിച്ചു കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്ത ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നാച്ചുറൽ ഹീലറെ കൂടിയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യത്തിന്റെ ഒരു ബേസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ ഫീലിംഗ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പോകുന്ന ഒരു സ്പിരിച്വൽ ജേർണി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് പുതിയൊരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പേടി മേ ബി ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടായിരിക്കണം. നിങ്ങൾ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷന് അവിടുന്ന് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ എന്തൊരു കാര്യം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിനുള്ള ഒരു പ്രതിവിധി കൂടി നിങ്ങൾക്ക് വേണ്ടി സ്വയം ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലസ് നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു പേർപ്പസിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതുപോലെ കണക്ട് ചെയ്യാൻ. ആൻഡ് അഗൈൻ ലൈക്ക് നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മേജർ കൺഫർമേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആക്ച്വലി നിങ്ങൾ സ്വയം നോക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് സൈക്കോളജിക്കൽ ആയിട്ട് മേ ബി അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ വളരെ ഇമോഷണലി എടുക്കാതെ അല്ലെങ്കിൽ വളരെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കാതെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നല്ലതും മോശമായിട്ടുള്ള കാര്യമാണ്, നല്ലതും വിഷമിപ്പിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ചിലതിന്റെ ഒരു ആൻസർ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ ലൈക്ക് ചില കാര്യങ്ങൾ സോ ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഒരുപാട് കൺട്രോൾ ചെയ്യാതിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി വ്യക്തികളിൽ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ അധികം
ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്ട്, നിങ്ങളുടെ ആത്മാഭിമാനം കൂടുതൽ എടുത്തു പിടിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഒരുപാട് കൺസിഡറേഷൻ കൊടുക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില ആളുകൾ നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആത്മാഭിമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ വളരെ സെൽഫ്ലെസ് ആയിട്ട് പോകുന്നു, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലാതായി പോകുന്നു, നിങ്ങളുടെ അഭിമാനത്തിന് അത് ഒരുപാട് ചോദ്യം ചെയ്യുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ കൺട്രോൾ അല്ലാതെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, അതിന് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോവുക, ചിലത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മെയിൻ ആയിട്ട് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ നിങ്ങൾ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള ചില തീരുമാനങ്ങളല്ല നിങ്ങൾ എടുക്കുന്നത്. കാരണം നിങ്ങളുടെ എൻറ്റയർ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ബിലീഫ് എന്നൊക്കെ പുറത്തേക്ക് വന്നിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്, ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ വില്ലിങ് ആവുന്നത്. ഓക്കെ, സോ ചില ആളുകൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത് എന്നുള്ളതായിരിക്കാം. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ചില റീസൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കണക്ഷൻസിലേക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഷാഡോ നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ മിറർ. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, നിങ്ങളുടെ അഭിമാനമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കേണ്ടതായിട്ടുള്ളതായിരിക്കാം. കാരണം എന്നിട്ടേ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, സോ ലൈഫിൽ ഈ ഒരു സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബി ഹാപ്പി ആക്ച്വലി. കാരണം നിങ്ങൾക്കൊരു സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ ഒരുപാട് മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഹാപ്പിനെസ്സിലേക്ക് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് ആ ഒരു കറേജ് ഉണ്ടാക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, സമാധാനമായിട്ട് ചിന്തിക്കുക. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ നിൽക്കാം. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ് ടേക്ക് കെയർ.